രോഹിത്തിനെ വിളിച്ച് അലീനയുടെ സത്യം വെളിപ്പെടുത്തി രേവതിക്കുട്ടി. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുമ്പേൽ നമ്മുടെ സ്റ്റാലിൻ ബാലചന്ദ്രൻ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാലചന്ദ്രൻ സ്റ്റാലിൻ്റെ അടുത്ത് വൈശയെക്കുറിച്ച് കൂടുതൽ ചോദിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ വൈശയെക്കുറിച്ച് തനിക്കറിയാവുന്ന എല്ലാ കാര്യവും സ്റ്റാൻലി ബാലചന്ദ്രനോട് പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അതിലൊരു കാര്യം വിട്ടുകളഞ്ഞല്ലോ എന്ന് ചോദിക്കുകയാണ്. ഒരു കാര്യമോ? എന്ത് കാര്യം? എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ, അല്ല, നിങ്ങളുടെ ബന്ധത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചില്ലേ, ആ കാര്യം എന്ന് പറയുന്നു. കുഞ്ഞോ? ഏത് കുഞ്ഞ്? അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ, അപ്പം നിങ്ങൾ നുണ പറയാണോ? നിങ്ങൾക്കറിയില്ലെന്നാണോ എന്ന് ചോദിക്കുമ്പോൾ, തീർച്ചയായിട്ടും എനിക്കറിയില്ല മിസ്റ്റർ ബാലചന്ദ്രൻ, നിങ്ങൾ എന്താണ് ഈ പറയുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങളും വൈശയും തമ്മിലുള്ള ബന്ധത്തിൽ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചിരുന്നു എന്ന്. അത് കേട്ടാൽ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ ആകെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്ത് മകളോ? ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. കൂടാതെ വൈശി വിവാഹം കഴിക്കാനായിട്ട് തനിക്ക് പദ്ധതിയുണ്ടായിരുന്നു. പക്ഷേ അവളുടെ വീട്ടുകാർ സമ്മതിക്കാത്തയും അവളുടെ വീട്ടുകാർ തന്നെ ഓടിച്ചു വിടുകയും ചെയ്തു എന്ന് പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ അപ്പോൾ നിങ്ങളറിയാത്ത ഈ രഹസ്യവും കൂടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് വെളിപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെയും വൈശയുടെയും മകളായ അലീന എന്ന പേരുള്ള പെൺകുട്ടി ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെയുണ്ട് എന്നറിയുന്നു. വൈശ ഇതുവരെയും അവളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. നിങ്ങളെ കയ്യിൽ അവളെ ഏൽപ്പിക്കാനാണ്, സുരക്ഷിതമായി അവളെ നിർത്തുന്ന ഒരു സ്ഥലത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്നും പറയുമ്പോൾ സ്റ്റാലിൻ അതിനെക്കുറിച്ച് ആലോചിക്കാനായിട്ട് തുടങ്ങുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ രേവതിക്കുട്ടിയാണെങ്കിൽ രോഹിത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അലീനയെക്കുറിച്ചുള്ള ചോദ്യം, അലീനയുടെ അച്ഛനും അമ്മയും ആരാണെന്നുള്ള ചോദ്യം, അതൊക്കെ അറിയോ രേവതിക്കുട്ടി എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇതേ സമയം രേവതിക്കുട്ടിയാണെങ്കിൽ രോഹിത്തിനോട് മറച്ചു പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. രോഹിത്തിനോട് സത്യം പറയാമെന്ന് വിചാരിച്ച് വിളിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. രേവതിക്കുട്ടി വിളിക്കുന്ന കണ്ട രോഹിത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുന്നതും കാണാൻ കഴിയും. ഇതേ സമയം രേവതിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട്. എന്താ രേവതിക്കുട്ടി, എന്താ കാര്യം, എന്തീ വിളിച്ച് പ്രത്യേകിച്ച് എന്ന് ചോദിക്കുമ്പോൾ രോഹിത്ത്, നിങ്ങളന്ന് എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചില്ലേ, അതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രേവതിക്കുട്ടി സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അലീന ചേച്ചിയുടെ യഥാർത്ഥ അച്ഛനും അമ്മയെയും നിങ്ങൾ ചോദിച്ചില്ലേ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും നമ്മുടെ രോഹിത്താണെങ്കിൽ അതറിയണമെന്നുണ്ട്. എൻ്റെ അച്ഛനല്ല എന്ന് ചേച്ചി പറഞ്ഞത് ഞാൻ തിരിച്ചറിഞ്ഞതാണ്, അതുകൊണ്ടാണ് ചോദിച്ചത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയം നമ്മുടെ രേവതിക്കുട്ടിയാണെങ്കിൽ അത് പറയാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രേവതിക്കുട്ടി രോഹിത്തിനോട് ആ വലിയ രഹസ്യം പറയാനായിട്ട് ഒരുങ്ങുന്ന കാഴ്ചയാണ് പ്രേക്ഷകരെ കാണാനായിട്ട് കഴിയുക. അതായത് രോഹിത്തിൻ്റെ അച്ഛനുമായിട്ട് അലീന ചേച്ചിക്ക് യാതൊരു ബന്ധവുമില്ല, പക്ഷേ നിങ്ങൾ സഹോദരങ്ങൾ തന്നെയാണ്. അപ്പോഴാണെങ്കിൽ രോഹിത് ചോദിക്കുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്താണ് ഈ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും സത്യം തന്നെ, അതായത് അച്ഛൻ വഴി ബന്ധമില്ലെങ്കിൽ പിന്നെ അലീന ചേച്ചിക്ക് ആര് വഴിയായിരിക്കും നിങ്ങളുടെ സഹോദരിയാവണമെങ്കിൽ ബന്ധം എന്ന് ചോദിക്കുന്നത് കാണാം. ഈ സമയം രോഹിത്താണെങ്കിൽ ആ സത്യം തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അമ്മ വഴിയാണോ എന്ന് രോഹിത്ത് അടഞ്ഞ ശബ്ദത്തിൽ ചോദിക്കുന്നത് കാണാം. അതെ, അതുതന്നെയാണ് സത്യം. നിങ്ങളുടെ അമ്മയായ വൈജയന്തി മാഡമില്ലേ, ആ മാഡത്തിൻ്റെ മകളാണ് അലീന എന്ന് രോഹിത്തിനോട് രേവതിക്കുട്ടി വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ രോഹിത്ത് ഞെട്ടിവിറയ്ക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം വെറുതെ നുണ പറയില്ലേ രേവതിക്കുട്ടി എന്ന് രോഹിത്ത് പറയുമ്പോൾ, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക്
അലീന ചേച്ചിയോട് ചോദിക്കാവുന്നതാണ്. അന്ന് എന്നോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ഈ ഒരു അവസ്ഥയിൽ അലീന ചേച്ചി അവിടെ നിന്ന് പോവുകയാണ് എന്നറിഞ്ഞപ്പോഴും പറയണമെന്ന് തോന്നി. അതുകൊണ്ട് വിളിച്ച് പറഞ്ഞതാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും സാധിക്കും. ഇതേ സമയം അലീനയോട് തനിയെ സംസാരിക്കാനായിട്ട് രോഹിത് തുടങ്ങുന്നുണ്ട്. അലീന ചേച്ചി, എനിക്ക് ഒരു കാര്യം ഉറപ്പുവരുത്താനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രോഹിത് ആണെങ്കിൽ അലീനയോട് ചോദിക്കുന്നുണ്ട്. ചേച്ചി സത്യം പറയും, ചേച്ചിയും ഞാനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കുന്നു. ഇതേ സമയം അലീന പറയുന്നുണ്ട്, ഞാനിത് നിന്നോട് പറഞ്ഞതല്ലേ രോഹിത്തെ, നീയും ഞാനും തമ്മിൽ സഹോദരി സഹോദരൻ ബന്ധമോ തന്നെയുണ്ട് എന്ന് പറയുന്നു. ആ സമയം രോഹിത് ചോദിക്കുന്നുണ്ട്, അച്ഛൻ വഴി ബന്ധമില്ലെങ്കിൽ പിന്നെ ആര് വഴിയാണ് ബന്ധം എന്ന് ചോദിക്കുന്നു. ചേച്ചി തന്നെ പറഞ്ഞല്ലോ അച്ഛൻ്റെ മകളല്ല എന്ന്, അപ്പോൾ പിന്നെ ആര് വഴിയാണ് ബന്ധം എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും നമ്മുടെ അലീനയാണെങ്കിൽ ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട്. കൂടാതെ തന്നെയാണെങ്കിൽ അലീന പറയുന്നുണ്ട്, ഞാനത് നിന്നോട് പിന്നെ പറയാമെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇനി അത് ഇപ്പോൾ തന്നെ പറയണം ചേച്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന മടിച്ചു നിൽക്കുകയാണ്. ഇതേ സമയം അച്ഛൻ വഴി അല്ല ബന്ധമെങ്കിൽ അപ്പോൾ അമ്മ വഴിയാണോ എന്ന് രോഹിത് അലീനയോട് ചോദിക്കുന്നു. ഇതേ സമയം അലീന ഞെട്ടിപ്പോകുന്നുണ്ട്. രോഹിത്തെ, നിന്നോടാരാ ഈ സത്യങ്ങളെല്ലാം പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അമ്മയാണല്ലേ തെറ്റുകാരി എന്ന് ചോദിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ തെറ്റുകാരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നെ ജനിപ്പിച്ച് എന്നെ അനാഥാലയത്തിലേക്ക് തള്ളിയിട്ട് ഒരു പോക്കായിരുന്നു. അവിടുത്തെ അമ്മ കാരണം തന്നെയാണ് ഞാൻ ഇതുവരെ എത്തിയത്. ആ അമ്മ പറഞ്ഞിട്ടുണ്ട് സത്യം പറയരുതെന്ന്. പക്ഷേ അച്ഛൻ എങ്ങനെയോ ആ സത്യം തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ ഇതൊക്കെ ആർക്കൊക്കെ അറിയാം എന്ന് രോഹിത് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നു. അപ്പോൾ നമ്മുടെ അലീനയാണെങ്കിലും മനുവേട്ടനും കൂടാതെ തന്നെ കൃഷ്ണമോൾക്കും പിന്നെ ആർക്ക് അവിടുത്തെ നമ്മുടെ കൊല്ലപ്പള്ളിയിലെ എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നു. കമലയും ഹരിയും കൂടാതെ മനുവേട്ടൻ്റെ പെങ്ങളും ഒഴിച്ച് പിന്നെ കൂടാതെ വായിച്ച അതായത് എൻ്റെ അമ്മ നിൻ്റെ അമ്മയും ഒഴിച്ച് ബാക്കി ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നൊരു കാഴ്ച. എന്തുകൊണ്ടാണ് ചേച്ചി ഇത് നേരത്തെ പറയാതിരുന്നത്? അമ്മ ഇത്രയും വെറുപ്പ് കാണിച്ചപ്പോഴും ചേച്ചിക്ക് പറയായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം മോനെ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്, വെറുതെ എന്തിനാണ് അമ്മയെ സങ്കടപ്പെടുത്തുന്നത്, അമ്മയുടെ ജീവിതം തകർക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്നിട്ട് തകർന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഇപ്പോഴും ചേച്ചി എന്തിനാണ് ഓടി ഒളിക്കാനായിട്ട് ശ്രമിക്കുന്നത്? ചേച്ചിക്ക് ഇവിടെ അവകാശമുണ്ട്, അധികാരമുണ്ട്, ചേച്ചിക്ക് ഇവിടെ തന്നെ നിന്നുകൂടെ എന്ന് രോഹിത് ചോദിക്കുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.